എന്ത് ഫംഗ്ഷൻ വന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഇടാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടല്ലേ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ അത്ര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോയൽ ബ്ലൂ കളറിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസും പിന്നെ കുറച്ച് ഐപ്പിൻസ് അത് വളരെ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഈ പേൾ ബീഡ്സും ആണ് കേട്ടോ. ഓരോ കുന്തൻ സ്റ്റോണിന്റെ പുറകിലും കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടത് മാലയ്ക്കുള്ള ചെയിനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഐപ്പിൻ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3mm പേൾ ബീഡാണേ. പേൾ ബീഡ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഈ രണ്ടാമത്തെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യില്ലേ, അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ലൂപ്പ് ഹൊറിസോണ്ടലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അങ്ങനെ തന്നെ ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഐപ്പിൻ്റെ രണ്ട് ഐ നോക്കിയേ, ഒരെണ്ണം വെർട്ടിക്കലായിട്ടും ഒന്ന് ഹൊറിസോണ്ടലായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാടെണ്ണം ചെയ്തെടുക്കണം കേട്ടോ. നെക്കിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് 12 14 ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇത് ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കുക. ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന ഐയും ഒരെണ്ണത്തിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഐയും വേണം കേട്ടോ ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ എല്ലാം ഞാനിവിടെ ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇന്റർകണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് അതായത് നമ്മുടെ പെൻഡൻസ് ഒക്കെ ഡ്രൈ ആയതിനു ശേഷം ഒരുമിച്ച് ഇന്റർകണക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമേ ചെയ്തത് കൊണ്ട് ഇപ്പോൾ രണ്ടാമത് ഓരോന്ന് ഇന്റർകണക്ട് ചെയ്യാനായിട്ട് ജംപ് റിങ്സ് ഉപയോഗിച്ചില്ലായിരുന്നു. അതിലോരോന്നും ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു പെൻഡൻസ് ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ഓരോ ജംപ് റിങ്ങിൻ്റെ അകത്തേക്കും ഓരോ പെൻഡൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെയിനിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ആവശ്യമനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ജംപ് റിങ്ങിലേക്ക് കോർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരറ്റത്ത് ജംപ് റിങ്ങും ഒരറ്റത്ത് ലോബ്സ്റ്റർ ഹുക്കും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജംപ് റിങ്സ് ഞാൻ ഒരു 5-6 ഇന്റർകണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പുറത്താണെങ്കിൽ ഒരു ജംപ് റിങ്ങിലേക്ക് ലോബ്സ്റ്റർ ഹുക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓണം സീരീസിലെ 4th വീഡിയോ ആണ്. പിന്നല്ലേ ഇടേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് പണി തന്നുകൊണ്ട് വേറെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് പഠിച്ചു വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള നെക്ലസിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പക്ഷെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ എന്ത് ചെയ്തിട്ടും ആ സ്റ്റോണിൻ്റെ കളർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ റോയൽ ബ്ലൂ കളറാണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഓണം സീരീസിൻ്റെ 5th വീഡിയോയുമായിട്ട് വരാം. ബൈ.